കൊള്ളാനടാ, പ്രശ്നമൊന്നുമില്ല. ടോവിനോയുടെ ഒരു നല്ലൊരു ഫിലിമാണ്. ഈ വർഷത്തിലെ ഫസ്റ്റ് മലയാളം മൂവിയല്ലേ, കൊള്ളാം. പിന്നെ മിസ്റ്ററിയാണ്, ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗാണ്, സ്റ്റിൽ ലാസ്റ്റ് ഹാഫ് ആയപ്പം സിനിമ പിക്കപ്പ് ചെയ്ത് തുടങ്ങി. നല്ലൊരു റിവ്യൂലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഭാഗമായിട്ട് ആണ് ഒരു സിനിമയല്ലേ, കൊള്ളായിരുന്നു. ഇല്ല അങ്ങനെയൊന്നുമില്ല. കുറെ നല്ല നല്ല എന്താ പറയുക ട്വിസ്റ്റുകളൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല, നല്ല തൃശയൊക്കെ നൈസായിരുന്നു. ഞാൻ ഡബിങ് ഒക്കെ ബോറാവുന്നു. കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ജെക്സ് ബിജോയില് ആള് പണ്ടേ പൊളിയല്ലേ, അത് കൊള്ളാം. വേറെ നല്ല തുടക്കം ഈ വർഷത്തിന്. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു. ടോവിനോയുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നല്ല എൻഗേജിങ് ആണ്. നമ്മൾ എന്താണോ ട്രെയിലറിൽ കണ്ട് പ്രതീക്ഷിച്ച് വന്നത് അതേപോലെ തന്നെ നല്ല മേക്കിംഗ് ആയിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഉഷാറായിരുന്നു. ബോറിംഗ് ഇല്ല. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം ഡ്യൂറേഷൻ കൂടുതലാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഫിലിംസ് കണ്ട് ശീലമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ചൊന്ന് ഇഴച്ചിൽ പോലെ തോന്നാം. പക്ഷെ അതിന് എല്ലാത്തിനും റീസൺ ഉണ്ട് പടത്തിൽ. അത്യാവശ്യം അവർ കംപ്ലീറ്റ്ലി നമ്മൾ സാധാരണ ത്രില്ലേഴ്സ് കാണുന്ന പോലെയല്ല, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടി വേണ്ട ഒരു സമയമുണ്ട്. ഫിലിം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയം മാത്രമേ ഉള്ളൂ. കണ്ടിരിക്കാന്നുള്ളതേ ഉള്ളൂ. നല്ല എൻഗേജിങ് ആണ്. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റ് അല്ല. എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ നമ്മൾ ചിലപ്പം സിനിമ തുടങ്ങുമ്പോൾ വിചാരിക്കും ഇത് അവസാനമായിരിക്കും റിവീൽ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ സീൻ റിവീൽ ചെയ്യും. നമ്മൾ വിചാരിക്കാത്ത പോലെയാണ് സിനിമ പോകുന്നത്. അത്യാവശ്യം എനിക്കൊട്ടും പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല. ചിലപ്പോൾ ഇനി എന്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻഗേജിങ് ആയിരുന്നു പടം. പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് ഡ്യൂറേഷൻ കൂടുതലാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പിന്നെ എക്സ്പ്ലനേഷൻസും അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലാണ്. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ജെക്സ് ബിജോയ് അടിപൊളിയായിരുന്നു. വേറെ ലെവലായിരുന്നു പെർഫോമൻസ്. ടോവിനോയുടെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ടൈപ്പ്. എന്താ പറയണ്ടേ, എനർജറ്റിക് വൈസ് ഐ മീൻ ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ആക്ച്വലി ഭയങ്കര റഫായിട്ട് ഒരു എന്താ പറയുക സ്റ്റില്ലായിട്ട് ഇപ്പോൾ അവസാനം വരെയും എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നും. അവസാനമാണ് ആ ക്യാരക്ടർ എന്താണെന്നൊക്കെ കംപ്ലീറ്റ്ലി റിവീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു തൃശയുടെ പെർഫോമൻസും ആസ് യൂഷ്വൽ കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ലൊരു സിനിമയായിരുന്നു. അത്ര നൈസായിട്ട് തോന്നിയില്ല, ഫ്ലാറ്റ് ആയിട്ട് തോന്നി. കൊള്ളായിരുന്നു, നല്ലായിരുന്നു, കൊള്ളാം. മൊത്തത്തിൽ നല്ലതായിരുന്നു. കുറെ സസ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അത്യാവശ്യം കുറച്ചൊക്കെ, പക്ഷെ അവസാനം കുറച്ച് അൺഎക്സ്പെക്ടഡ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പടം. സത്യം പറഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ്, സ്റ്റോറി, മേക്കിംഗ് ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് സ്റ്റേജ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രെയിംസ് ഒക്കെ തോന്നിയത്. അതിന് ഒരാവശ്യമില്ല. അവർ എസ്തെറ്റിക്സ് പിടിച്ചാണ് ഒരു ത്രില്ലിംഗ് മോഡ് ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ഫുള്ള് ലാഗായിരുന്നു പടം. ലാസ്റ്റ് ഒക്കെ കൊണ്ട് അവർ പറഞ്ഞില്ല എന്തോ 40 മിനിറ്റ് കണ്ടിട്ടില്ലാത്തൊക്കെയാണെന്ന്. ഇതിലും ഭേദം കാണാണ്ടിരിക്കണായിരുന്നു. ഒരു ഗുണമില്ലായിരുന്നു. പുള്ളിക്കാരൻ ടോവിനോ നന്നായിട്ട് ചെയ്തു, പക്ഷെ പുള്ളിക്കാരന്റെ ആവശ്യമില്ല പടത്തിൽ. വില്ലൻ ഒരു പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. കാസ്റ്റ് കാണുമ്പോൾ അറിയാം ആരാണ് വില്ലൻ, എന്തൊക്കെയാണ് ആരൊക്കെയാണ് ചെയ്യണേ. ടെംപ്ലേറ്റ് പോലും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് എനിക്കറിഞ്ഞു. വളരെ ഫ്ലാറ്റ് ആയിരുന്നു. അത് ഒരു ഇതില്ല, ഒരു ഇമ്പാക്ട് ഇല്ല. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ആലോചിക്കാൻ ഇത് എന്താ, ആരാ അത്, എന്തിനാ വന്നത്, എന്താ ചെയ്യണം, ഒരു പിടിയില്ല. മൊത്തത്തില് വെരി ഡിസപ്പോയിന്റിങ്. കുഴപ്പമില്ല, നൈസാണ് പടം കൊള്ളായിരുന്നു, നൈസായിരുന്നു, നന്നായിട്ട് ഇഷ്ടം. അത് ആക്ച്വലി കഥ നല്ല ഒരു റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്തത്. രണ്ട് ഡയറക്ടേഴ്സ് ആണ്. ഫോറൻസിക്കിന്റെ ഡയറക്ടറാണ്. അതിലും അവർ റിസർച്ച് ആണ് ചെയ്തത്. അതുപോലെ റിസർച്ച് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തത്. നല്ല രസം, നല്ല എക്സ്പീരിയൻസ്.